നമസ്കാരം. ഗൾഫിൽ ബിസിനസ് മേഖലയിൽ കഴിവ് തെളിയിച്ച മലയാളികൾ നിരവധിയാണ്. അക്കൂട്ടത്തിലേക്ക് നടന്നു കയറുകയാണ് കോഴിക്കോട്ടുകാരിയായ ആമിന ഷബിത. വീട്ടിൽ മീൻ മുറിച്ച പരിചയം മാത്രം വെച്ച് ദുബായിലെ ആദ്യ ഓൺലൈൻ മത്സ്യവിപണിക്ക് തുടക്കം കുറിച്ച 32കാരിയാണ് ഗൾഫ് റൗണ്ടപ്പ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് 200-ലേറെ രാജ്യക്കാരുടെ തീൻമേശയിലേക്ക് മത്സ്യവിഭവങ്ങൾ എത്തിക്കുകയാണ് ആമിന. തിരക്കേറിയ ട്രാഫിക്കിലൂടെ മണിക്കൂറുകൾ സഞ്ചരിച്ച് മാർക്കറ്റിൽ പോയി ദുർഗന്ധവും സഹിച്ച് വിലപേശി മീൻ വാങ്ങേണ്ടതില്ല. ഇനി ലാപ്ടോപ്പിലൂടെയോ സ്മാർട്ട് ഫോണിലൂടെയോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ട മത്സ്യം ആവശ്യാനുസരണം വെട്ടിവെടുപ്പാക്കി മിനിറ്റുകൾക്കകം വീട്ടിലെത്തും. 3 വർഷം മുൻപ് ദുബായിലെ ഇന്റർനെറ്റ് സിറ്റിയിൽ തുടങ്ങിയ അറബിൻ ഫ്രഷ് ഇന്ന് 200ഓളം രാജ്യക്കാരുടെ ആശ്രയ കേന്ദ്രമാണ്. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ദുബായിലെ ആദ്യ ഓൺലൈൻ മത്സ്യവിപണിക്ക് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ കോഴിക്കോടുകാരി ആമിന ഷബിതയാണ്. ആമിനയും ഭർത്താവും രൂപകൽപ്പന ചെയ്ത www.arabinfresh.com എന്ന വെബ്സൈറ്റിൽ കയറി ആവശ്യമായ മത്സ്യം സെലക്ട് ചെയ്യാം. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മീനിന്റെ വില മാത്രമല്ല, പ്രാദേശിക പേരടക്കം മീനിന്റെ ചരിത്രം വരെ പറയും ഈ സൈറ്റ്. 3 വർഷം മുൻപ് ദുബായിലെ ഫ്ളാറ്റുകളിലേക്കും വില്ലകളിലേക്കും മാത്രമായിരുന്നു സർവീസെങ്കിൽ ഇന്ന് അബുദാബിയിലേക്കും ഷാർജയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഷബിതയുടെ ഗൾഫ് സ്റ്റൈൽ മീൻ മാർക്കറ്റ്. ഞങ്ങൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ക്വാളിറ്റി, പിന്നെ ടൈംലി ഡെലിവറി. ക്വാളിറ്റി ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മുതൽ ഡെലിവറി ചെയ്യുന്ന ഓരോരോ ഘട്ടത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളെ ഒരു വിജയം എന്ന് വിചാരിക്കുന്നു. 200ഓളം രാജ്യക്കാർ നമുക്ക് ഇപ്പോൾ കസ്റ്റമർ ആയിട്ടുണ്ട്. ഇന്ത്യൻ, ഫിലിപ്പീൻസ്, UK, റഷ്യ, നമ്മൾ UAE ലോക്കൽസും കസ്റ്റമർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി 3 മന്ത് മുന്നെയാണ് അബുദാബി ഷാർജ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അതിന് സ്പെഷ്യലായിട്ട് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. അങ്ങനെ മിനിമം ഓർഡർ എമൗണ്ട് 20 ആണ്. അത് എവിടെയാണെങ്കിലും, അബുദാബി ആണെങ്കിലും ഷാർജയിലാണെങ്കിലും എല്ലാം. സ്വദേശികൾക്കും UAEയിൽ കഴിയുന്ന വിദേശികൾക്കും ടൂറിസ്റ്റുകളായി എത്തുന്നവർക്കുമെല്ലാം അവരവരുടെ രാജ്യത്ത് കിട്ടുന്ന മത്സ്യം ഇവിടെ ലഭിക്കും. ഇന്ത്യ, യൂറോപ്പ്, അമേരിക്ക തുടങ്ങി 25 രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം തരം മത്സ്യങ്ങൾ വിപണിയിൽ ഇറക്കി ദുബായിൽ ഏറ്റവും കൂടുതൽ ഇനം മത്സ്യങ്ങൾ ലഭ്യമാക്കിയും അറബിൻ ഖ്യാതി നേടി. 8,000-ഓളം ഇന്ത്യക്കാർ ഇന്നിവിടുത്തെ സ്ഥിരം ഉപഭോക്താക്കളാണ്. മറ്റ് രാജ്യക്കാരുടെ കണക്ക് ഇങ്ങനെ: ഇന്ത്യയിൽ 7,000 ഉണ്ട്. അത് കഴിഞ്ഞ് ഫിലിപ്പൈനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ ചെയ്യാത്ത ആളുകൾ. പിന്നെ ഈജിപ്റ്റ്, പിന്നെ UK-ക്കാരാണ്. പാകിസ്ഥാൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് UAE. അത് കഴിഞ്ഞിട്ട് മലേഷ്യ, ശ്രീലങ്ക, ലെബനോൺ, ഓസ്ട്രേലിയ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും. ഞെക്കിയും മണത്തു നോക്കിയും ഗുണം ഉറപ്പുവരുത്തി മത്സ്യങ്ങൾ വാങ്ങുന്നവരെങ്ങനെ ഒന്നുപോലും കാണാതെ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്നു എന്ന സംശയം സ്വാഭാവികമാണ്. വേവിച്ച മത്സ്യം പോലും തീൻമേശയിലെത്തുമ്പോൾ രുചി വ്യത്യാസം തോന്നിയാൽ തിരിച്ചെടുക്കുമെന്ന ഗ്യാരണ്ടി തന്നെയാണ് അതിനു പിന്നിൽ. തലേ ദിവസം ഓർഡർ ചെയ്താൽ 15% വിലക്കുറവുമുണ്ട്. ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലോയൽറ്റി പ്രോഗ്രാം കൂടെ ചെയ്യുന്നുണ്ട്. 3 to 15% വരെ ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ മെമ്പർ ആവണം. രജിസ്റ്റർ ചെയ്ത് മെമ്പേഴ്സിന് എല്ലാവർക്കും ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ഇനി മത്സ്യം ജീവനോടെ വേണമെങ്കിൽ ഇന്റർനാഷണൽ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന കടയിലേക്ക് നേരിട്ട് വരാം. മലയാളിയുടെ കല്ലുമ്മക്കാവരെ ജീവനോടെ വാങ്ങിപ്പോകാം. 3 വർഷം മുൻപ് 4 പേരുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 20 ജീവനക്കാരുണ്ട്. ഓൺലൈനിലും ഫോണിലും വാട്സപ്പിലൂടെയും വരുന്ന 100 കണക്കിന് ഓർഡറുകൾക്കും ഫേസ്ബുക്കിലൂടെ വരുന്ന അന്വേഷണങ്ങൾക്കും മറുപടി നൽകാനും ചോദിച്ച സാധനം യഥാസമയം ആവശ്യക്കാരുടെ ഫ്ളാറ്റുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ആമിനയും മുഴുവൻ സമയവും ഇവർക്കിടയിലുണ്ടാകും. വെട്ടിവെടുപ്പാക്കിയ മത്സ്യം ഈ ഐസ് ക്യാൻ കൂടി ചേർത്തുവെച്ചാണ് കവർ ചെയ്യുക. ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെയുള്ള യാത്രയ്ക്കിടെ കേടുവരാതിരിക്കാൻ. അങ്ങനെ ഓർഡർ ചെയ്ത മീൻ വീട്ടിലേക്കെത്താൻ അധികം കാത്തിരിക്കേണ്ടതില്ല. മീൻകാരന്റെ സൈക്കിൾ ബെല്ലിനായി കാതോർക്കേണ്ട. അരപ്പൊക്കെ റെഡിയായി വരുമ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങും.
നമുക്ക് അന്നൊന്ന് വേണ്ടിയിട്ടുള്ള ഫിഷ് നമുക്ക് പറഞ്ഞാൽ അവർ കൊണ്ടുതരും, നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് തരും. പിന്നെ വന്നിട്ട് ഒന്ന് കഴുകിയൊക്കെ വെച്ചിട്ട് കറി വെച്ചാൽ മതി. ആ ക്ലീനിങ്ങിനെ കുറിച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷസ് ഒക്കെ നമുക്ക് ഇവിടെ കൂടുതൽ വെറൈറ്റീസ് ഇവിടെ അർബന്തിൽ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും ഈ മീന ഇറച്ചി അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഇല്ല, എപ്പോഴും അവൈലബിൾ ആണെന്നൊരു വലിയൊരു ഉപകാരമാണിത്. ദുബായിൽ സോഫ്റ്റ്വെയർ സ്ഥാപനം നടത്തുന്ന നിസാറുമായുള്ള വിവാഹമാണ് ഷബിതയ്ക്ക് ഇങ്ങോട്ടേക്ക് വഴിതെളിച്ചത്. അടുക്കളയിൽ മീൻ മുറിച്ച പരിചയം മാത്രമേ മത്സ്യവിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ ഷബിതയ്ക്കുണ്ടായിരുന്നുള്ളൂ. നിസാറിന്റെ IT വൈദഗ്ധ്യവും 32-കാരിയുടെ ആത്മധൈര്യവും സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കരുത്തായി. ആളുകളുടെ ഒരു ധാരണയുണ്ടല്ലോ, മീൻ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആളുകൾ ചെയ്യുന്നത്, അതൊന്നും മാറ്റണമെന്നും ഇത് വളരെ പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഏത് ജോലിയും പോലെ ഒരു ജോലിയാണ്. അതുപോലെ ക്വാളിറ്റി ഫിഷ് ആളുകൾക്ക് കിട്ടുക എന്നുള്ളൊരു നോർമൽ സ്റ്റാൻഡേർഡ് ബിസിനസ് ആണല്ലോ, അതൊന്ന് ആളുകൾക്ക് എത്തിക്കണം എന്നുള്ളതും ഉണ്ടായിരുന്നു. ആളുകളും ആ രീതിയിൽ തന്നെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തമാശയ്ക്ക് കളിയാക്കും, ഇവളെ മീൻകാരത്തി എന്നൊക്കെ വിളിച്ച ഇവളെ അനിയത്തിയൊക്കെ കളിയാക്കുമെങ്കിലും എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, എല്ലാവരും എൻകറേജ് ചെയ്യുന്നത്. ഗൾഫിൽ ബിസിനസ് മേഖലയിൽ കഴിവ് തെളിയിച്ച മലയാളികളുടെ നിരയിലേക്ക് കോഴിക്കോടിന്റെ മലയോര ഗ്രാമമായ മുക്കത്ത് ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഈ പെൺകുട്ടി നടന്നു കയറുകയാണ്. പകൽ സമയത്ത് ഭർത്താക്കന്മാർ ജോലിത്തിരക്കിലേക്ക് കടക്കുമ്പോൾ പ്രവാസ ലോകത്തെ ഏകാന്തതയെക്കുറിച്ച് പരിഭവിക്കുന്ന വീട്ടമ്മമാർക്ക് മാതൃകയാക്കാം ഈ മുക്കത്തെ പെണ്ണിനെ.